ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ട്യൂബ്ലെസ് ടയർ ഓല സ്കൂട്ടറിൻ്റെ പഞ്ചറായി. നമ്മുടെ സ്കൂട്ടർ തന്നെയാണ്. അപ്പോൾ അതിൽ പഞ്ചറായപ്പോൾ ഇതാണ് കിറ്റ്. ഇങ്ങനെയുള്ള ഈ ട്യൂബ്ലെസ് പഞ്ചർ കിറ്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പഞ്ചർ അടയ്ക്കാം എന്നാണ്. ഏതൊരു സാധാരണക്കാരനും 300 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കിറ്റ് കിട്ടും. അത് വാങ്ങിക്കൊണ്ടുവന്ന് നമുക്ക് തന്നെ മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ അടയ്ക്കാൻ പറ്റും. ഇതുണ്ടോ, ഇതാണ് അതിലെ സാധനങ്ങൾ. അതാണ് പശ്ചാപ്പെടുത്തത്. ഇതിൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഇത് ഈ എടുക്കുന്നതാണ്. ആ റബ്ബർ ഇട്ടിട്ട് നമ്മൾ വലിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതാണ് ടയറിൽ കയറിയ ആണി. ഈ മൊട്ടുസൂചിമാരി പുറത്ത് പരന്നിട്ടുള്ള കാണുന്നില്ലേ? ഇങ്ങനെയാണ് കയറിയത്. ഇങ്ങനെ അതിൽ കയറി എന്നിട്ട് അത് നമ്മൾ ഇപ്പോൾ വലിച്ചെടുത്തു. അത് വലിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഹോള് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. ഹോള് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട. കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു കുപ്പിയിൽ ഷാമ്പുവോ അല്ലെങ്കിൽ സോപ്പ് വെള്ളമോ എന്തെങ്കിലും ഉപയോഗിച്ച് അതിലേക്ക് ടയറിൽ കൂടെ ആക്കുക. എന്നിട്ട് പത വരുമ്പോൾ കണ്ടുപിടിക്കുക. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അതിൽ കൂർത്ത ഇപ്പം ഞാൻ ഈ ഉപയോഗിക്കുന്ന സാധനമുണ്ട്, തല കൂർത്തത്. അതും കൊണ്ട് ഇങ്ങനെ ആ ഹോളൊന്ന് ഇട്ട് ചെറുതായിട്ടൊന്ന് വലുതാക്കുക. കുറച്ച് ഹോളൊന്ന് വലുതാക്കണം. എന്നാലാണ് ആ റബ്ബർ അതിലേക്കാണ് കയറ്റിയിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ പകുതി മുക്കാലും അതിലേക്ക് കയറുള്ളൂ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് വലുതാക്കി കൊടുക്കുന്നത്. ഇതെങ്ങനെ തിരിച്ച് റൈറ്റിലേക്ക് ഇങ്ങനെ തിരിച്ച് ആ ഹോളൊന്ന് വലുതാക്കി കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ? ഇതേമാതിരി തിരിച്ച് വലുതാക്കുക. ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, ആ ഹോള് ഇങ്ങനെ കാണും. എന്നിട്ട് അടുത്ത ടൂൾ എടുക്കുക. നമ്മളുടെ ഈ സൂചിയുടെ മാതിരിയായിരിക്കും. അതിൻ്റെ തല ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഇത് വലിച്ചെടുക്കുമ്പോൾ റബ്ബർ അതിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടുത്തായിട്ട് ഈ റബ്ബർ ഇതാണ് ആ റബ്ബർ എടുക്കുന്നു. ആ റബ്ബർ എടുത്തിട്ട് ഇങ്ങനെ അതിൽ നിന്നും വേറെടുത്തെടുക്കണം കേട്ടോ. അതിൽ ഒട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതിങ്ങനെ പൊളിച്ച് നമ്മൾ വേറെ എടുത്തെടുക്കണം. ഇത് ചെയ്യാൻ നിൽക്കുമ്പോൾ കുഞ്ഞുമണിൻ്റെ ചെറിയ മോള് ഒപ്പുണ്ട് എല്ലാറ്റിനും സഹായിക്കാൻ. അവൾ നല്ല ആക്റ്റീവാണ്. ഇത് വീഡിയോ എടുക്കുന്നത് നമ്മുടെ മോനാണ്, അശ്വിൻ കൃഷ്ണ എന്ന് പറയും. അച്ചൂസ് ഐഡിയാസ് എന്നാണ് നമ്മളുടെ ചാനലിൻ്റെ പേര്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിനോട് തൊട്ട് കാണുന്ന ഒരു കുടമണിയിൽ അന്ന് അടിച്ചു പൊട്ടിക്കുക. എന്നാൽ അടുത്തതായി ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ സഹായമാണ്, നിങ്ങളുടെ ഒരു തോണ്ടലാണ് നമ്മളുടെ വിജയം. അപ്പോൾ ഇതേപോലെ റബ്ബർ അതിലേക്ക് കയറ്റി കൊടുക്കുക. ഇത് സെൻറ്ററിലേക്ക് നിർത്തണം കേട്ടോ. ഇങ്ങനെ ആ സൂചിയുടെ ഹോളിൻ്റെ 2 ഭാഗവും കറക്റ്റ് ഒപ്പം വരുന്ന രീതിയിൽ. എന്നിട്ട് ആ സൊല്യൂഷൻ എടുക്കുക. ഈ സൊല്യൂഷൻ ഉപയോഗിക്കാതെയും ചെയ്യുന്നുണ്ട് കേട്ടോ, ഒട്ടുമൊക്കെ ചെയ്യും. പക്ഷേ ഈ സൊല്യൂഷൻ അതിലുള്ളതും കൊണ്ട് ആ സെൻറ്ററിലേക്ക് ഇങ്ങനെ കുറച്ച് അതിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഇങ്ങനെ 2 സൈഡും ആ സെൻറ്ററിൽ മാത്രമേ ആക്കണ്ടൂ. ആ സൂചിയുടെ കയറിയിട്ടുള്ള ആ ഭാഗത്ത് മാത്രം ഇങ്ങനെ ആക്കി. എന്നിട്ട് ആ സൊല്യൂഷൻ നമ്മൾ അത് അടച്ചപ്പോഴേക്ക് തന്നെ വാങ്ങിക്കാൻ എൻ്റെ മോള് റെഡിയാണ്. അവളതൊക്കെ വാങ്ങി. എന്നിട്ട് 2 ഭാഗവും ആ റബ്ബർ ഒന്നിങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇത് ക്ലാരിറ്റി കുറച്ച് കമ്മിയായി കാണുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ ഹെഡ്ലൈറ്റ് തലയിൽ വെച്ചിട്ട് ആ ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് ചെറിയൊരു ക്ലാരിറ്റിയുടെ പ്രശ്നം.
അത് എന്നാലും ആ ലൈറ്റ് ഒന്ന് മാറുന്ന സമയത്ത് ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇതേമാതിരി വെച്ചിട്ട് ആ ഹോളിലേക്ക് കറക്റ്റ് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യുക. നന്നായിട്ട് പ്രസ് ചെയ്ത് അതിലേക്ക് തിരികെയാണ് കയറ്റുക. പകുതി മുക്കാലും കയറണം. ഇതേമാതിരി കണ്ടോ, ഇതേമാതിരി അങ്ങോട്ട് നല്ലോണം പ്രസ് ചെയ്യണം കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പ്രശ്നം വന്നത്, നമ്മൾ ഹോളൊന്ന് വലുതാക്കിയല്ലോ, ആ വലുതാക്കിയത് പോരാ. ഒരു 2 പിരിയും കൂടി ഒന്നും കൂടി വലുതാക്കണമായിരുന്നു. എന്നാൽ ഇതിനെക്കാട്ടിലും ഇത്ര നമ്മൾ ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ കയറുമായിരുന്നു. ഇതിപ്പോൾ ഇത് സെൻട്രൽ സ്റ്റാൻഡിലിട്ടില്ല വണ്ടി, സൈഡ് സ്റ്റാൻഡിൽ തന്നെ ഇടുകൊണ്ടാണ് ടയർ ഒന്നിങ്ങനെ പിന്നിലേക്ക് പോകുന്നത്. തള്ളുമ്പോൾ അതിങ്ങോട്ട് തന്നെ പിടിച്ച് വെച്ച് ഒന്നും കൂടി ഇതങ്ങനെ ഇതങ്ങോട്ട് ഫുള്ളങ്ങോട്ട് കയറുന്നില്ല, നല്ല ബലം പ്രയോഗിച്ചിട്ടും. അത് ഹോള് ഒന്നും കൂടി വലുതാവണമായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് വെച്ചിട്ട് ഇപ്പോൾ കയറി കേട്ടോ. ഇപ്പോൾ പകുതി മുക്കാലും കയറി. ഇതങ്ങനെ വലിച്ചിനെടുത്തു. 2 വിരലൊന്ന് വെച്ച് വലിച്ചിനെടുത്തു. അപ്പോൾ റബ്ബർ അതിൽ നിന്നു. ഇപ്പോൾ റബ്ബർ അതിൽ നിന്നു. ഇപ്പോൾ പകുതിയിലധികം ഉള്ളിലേക്കും ഉണ്ടാവും ഹോളിൽ, ബാക്കി പുറത്തും അതേമാതിരി ഇങ്ങനെ നിൽക്കും. ഇനി വേണമെങ്കിൽ ഈ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം നമുക്ക് 2 ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കളയാം. അല്ലെങ്കിൽ വണ്ടി ഓടണ സമയത്ത് അത് ടയറും ആ റബ്ബറും ഒന്നായിട്ട് മാറും ചെയ്യും. ഇനി നമുക്ക് കാറ്റടിച്ചിട്ട് കാറ്റ് പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ കാറ്റ് ഇത് കഴിഞ്ഞിട്ട് അടിച്ചു, പോകുന്നൊന്നുമില്ല. കാറ്റ് നമ്മൾ അടിച്ചു. ഇങ്ങനെ അതിൽ നമ്മൾ സാധാരണ പൈപ്പ് ഇതിൻ്റെ അതിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇങ്ങനെ കാറ്റ് നമ്മൾ സാധാ സൈക്കിൾ പമ്പിലാണ് കാറ്റടിക്കുന്നത്. അതാണ് സുഖം. പിന്നെ പലർക്കും ഇതിനനുസരിച്ച് DC പമ്പൊക്കെ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ വാങ്ങാം. ഇങ്ങനെ കാറ്റടിച്ചു. അത് ഇങ്ങനെ തുപ്പൽ വെച്ചിട്ട് അല്ലെങ്കിൽ സോപ്പ് വെള്ളം വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് വാൽ ട്യൂബിലൊന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് കൂടെ പോകുന്നുണ്ടോയെന്ന് അറിയാം. അതിൻ്റെ ഉള്ളിലെ പിന്ന് ലൂസാവുക ടൈറ്റാവുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് ജസ്റ്റ് നോക്കുക. അതിൻ്റെ ക്യാപ്പ് അടപ്പ് മുറുക്കി വയ്ക്കുക. കണ്ടോ, ഫുൾ ടൈറ്റാണ് കാറ്റ്. ഇനി ഇതിൽ പൗണ്ട് നോക്കണമെങ്കിൽ അതിൽ എത്ര പൗണ്ട് കാറ്റുണ്ട് എന്ന് നോക്കണമെങ്കിൽ നമുക്ക് ഇത് വേണം. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ അച്ചൂസ് ഐഡിയാസിലേക്ക് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ.